എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 97ഉം 98ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 97-ാമത്തെ ശ്ലോകത്തിൽ ഉപേന്ദ്രവജ്ര വൃത്തവും 98-ാമത്തേതിൽ ഉപജാതി വൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് കാളിയൻ എങ്ങനെയാണ് ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് അല്ലെങ്കിൽ മർദ്ദനമേറ്റ ചവിട്ടുകൊണ്ട് ക്ഷീണിച്ച് അവശനായി പോയതെന്നൊക്കെയാണ്. അതിനെ തുടർന്നുള്ള ഭാഗങ്ങളാണ് വർണ്ണിക്കുന്നത്. നമുക്കാദ്യം 97-ാമത്തെ ശ്ലോകം നോക്കാം. മലീമസംവാസ ഇവാപ്സുവദ്ഭ്യാം വിമർദയാമാസ ജനാർദ്ദനസ്തം സകാദ്രവേയശ്ചിരസംഭൃതേന വ്യമുഞ്ചതസ്വേന രജോമലേന. ആദ്യം പദച്ഛേദം നോക്കാം. മലീമസം വാസ ഇവ അപ്സു പദ്ഭ്യാം വിമർദയാമാസ ജനാർദ്ദന തം സകാദ്രവേയ ചിരസംഭൃതേന വ്യമുഞ്ചത സ്വേന രജോമലേന. ഭഗവാൻ എന്താണ് ചെയ്തത്? അതിന് അനുസരിച്ച് എന്താണ് കാദ്രവേയനായിട്ടുള്ള കാളിയൻ അനുഭവിച്ചത് എന്ന് പറയാണ്. സ ജനാർദ്ദന, ആ ജനാർദ്ദനൻ, ആ ശ്രീകൃഷ്ണൻ, തം കാദ്രവേയം, ആ കാദ്രവേയനെ, കാദ്രവേയൻ എന്ന് പറഞ്ഞാൽ കാളിയനാണ്, കദ്രുവിൻ്റെ പുത്രൻ കാദ്രവേയൻ, ആ കാദ്രവേയനെ പദ്ഭ്യാം വിമർദയാമാസ, കാലുകൊണ്ട് മർദ്ദിച്ചു എന്നാണ് പറയണത്. അത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഒരു ഉപമാലങ്കാരം കൂടി കിട്ടാൻ വേണ്ടിയിട്ട് പറയാണ്. ഏതുപോലെ എന്നാണെങ്കിൽ മലീമസം വാസ ഇവ അപ്സു പദ്ഭ്യാം വിമർദയാമാസ. മലീമസം വാസ ഇവ, മലീമസം എന്ന് പറഞ്ഞാൽ ചെളി പുരണ്ടതായ, മലമസ്യ അസ്ഥീതി മലീമസം എന്നാണ്. ചെളി പുരണ്ടതായ വാസ ഇവ, വാസം എന്ന് പറഞ്ഞാൽ വസ്ത്രം, ചെളി പുരണ്ട വസ്ത്രം എന്നതുപോലെ അപ്സു വെള്ളത്തിൽ, തം കാദ്രവേയം സ ജനാർദ്ദന വിമർദയാമാസ. മലീമസം വാസം അപ്സു ഇവ, മലീമസം മലിനമായിട്ടുള്ളൊരു വസ്ത്രം വെള്ളത്തിൽ മുക്കി, അതായത് പുഴയിലൊക്കെ തുണി തിരുമ്പാൻ പോകുമല്ലോ, തുണി അലക്കാൻ. അപ്പോൾ തുണി തിരുമ്പുമ്പോൾ അത് വെള്ളത്തിൽ കുത്തി തിരുമ്പിയൊക്കെ എടുക്കും കല്ലുമ്മ. അതുപോലെ, അല്ലെങ്കിൽ കുത്തി തിരുമ്പി എടുത്തിട്ടുള്ള തുണി വെള്ളത്തിൽ ഒലമ്പി നല്ലോണം പിഴിഞ്ഞെടുക്കും. അതുപോലെ എന്നാണ് പറയണത്. അതുപോലെ വെള്ളത്തിൽ വെച്ചിട്ട് കാളിയനെ വിമർദ്ദനം ചെയ്തു. കാലുകൊണ്ടാണ്. ഇപ്പോൾ ചെറിയ ചെറിയ തുണികളൊക്കെ ആണെങ്കിൽ കൈകൊണ്ട് പറ്റും, ചിലത് കാലുകൊണ്ട് നമ്മൾ വൃത്തിയാക്കാറുണ്ട്, അത്രയ്ക്ക് വലിപ്പമൊക്കെ ഉള്ളതാവുമ്പോൾ. അതുപോലെയായിരുന്നു, അത്ര വലിയൊരു തുണി പോലെ, അത്ര വലിയൊരു വസ്ത്രം പോലെയായിരുന്നു കാളിയൻ എന്നുള്ള രീതിയിലാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത്. അതുകൊണ്ട് കാലുകൊണ്ട് മർദ്ദിച്ച് ആ കാളിയനെ ഒലമ്പി എടുത്തു എന്നർത്ഥം. അതായത് എല്ലാ അഹങ്കാരങ്ങളും കളഞ്ഞ് മുക്കി പിഴിഞ്ഞ് തോർത്തി ഉണക്കാനിട്ടു എന്നൊക്കെ പറഞ്ഞതുപോലെ. അതൊക്കെ സാധാരണ നമ്മുടെ ഭാഷയിലൊക്കെ വരുന്നതാണ്, ഒലമ്പി ഇട്ടു എന്നൊക്കെ പറയുമ്പോൾ. അതോട് കൂടിയിട്ട് ആരെയാണോ ഒലമ്പി ഇട്ടത്, ആരെയാണോ മുക്കി പിഴിഞ്ഞിട്ടത്, അയാളുടെ എല്ലാ അഹങ്കാരങ്ങളും അവിടെ തീർന്നിട്ടുണ്ടാവും. അതുപോലെ കാളിയനെ ഭഗവാൻ എല്ലാ അഹങ്കാരങ്ങളും തീർത്ത് നല്ല വിശുദ്ധനാക്കി. ചെളിയൊക്കെ കളയാ, വെള്ളത്തിലിട്ട് തുണിയൊക്കെ കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള എല്ലാ ചെളികളും പോയിട്ടുണ്ടാവും, എല്ലാ മാലിന്യങ്ങളും അകന്നിട്ടുണ്ടാവും. വെള്ളത്തിൽ തുണിയിട്ട് കഴുകാൻ നമ്മൾ ചെല്ലണത് അതിലൊക്കെ ചെളിയും മാലിന്യങ്ങളും അഴുക്കും കരിയും ഒക്കെ ഉള്ളപ്പോഴാണല്ലോ. അങ്ങനെ കഴുകിയെടുത്താൽ എന്താ ഉണ്ടാവുക? ആ വസ്ത്രം നല്ല തിളക്കമുള്ളതാവും. അതുപോലെ കാളിയനും തൻ്റെ അഹങ്കാരങ്ങളാകുന്ന ചെളി മുഴുവനും കളഞ്ഞു എന്നാണ് അടുത്ത വരിയിൽ പറയണത്. അങ്ങനെ മാലിന്യമെല്ലാം അകന്നവനായ കാളിയൻ ഭഗവാനെ സ്തുതിക്കണമൊക്കെ ഉണ്ട്. ഇവിടെ പറയാണ് തം ജനാർദ്ദന വിമർദയാമാസ. അങ്ങനെ മർദ്ദിച്ചപ്പോൾ എന്തു സംഭവിച്ചു? സ കാദ്രവേയ, ആ കാദ്രവേയനാകട്ടെ, കാളിയൻ കാദ്രവേയനാകട്ടെ, ചിരസംഭൃതേന സ്വേന രജോമലേന വ്യമുഞ്ചത. ചിരസംഭൃതേന, ചിരസംഭൃതം എന്ന് പറഞ്ഞാൽ വളരെ കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതായ, നമ്മളെല്ലാവരും അങ്ങനെയാണ്, നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്വഭാവ വൈചിത്ര്യങ്ങൾ കാലം കൊണ്ട് നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ്. അത് ചിലപ്പോൾ ജന്മനാ ഉള്ളതൊന്നും ആവില്ല. അത് നമ്മുടെ സാഹചര്യങ്ങളെ കൊണ്ട്, നമ്മുടെ സമ്പ്രദായങ്ങളെ കൊണ്ട്, നമ്മളെ ഗുരുക്കന്മാർ പറഞ്ഞു തരണത് കൊണ്ട്, അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ മട്ട് കണ്ടിട്ട്, കാരണവന്മാരെ കണ്ടിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നല്ല സ്വഭാവങ്ങളുണ്ട്, ചീത്ത സ്വഭാവങ്ങളുണ്ട്. ഇവിടെ കാദ്രവേയൻ കാലം കുറെ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഈ അഹങ്കാരം, രജോമലം, രജോ ഗുണമാകുന്ന മാലിന്യം. അതായത്
കഠിനമായിട്ടുള്ള ആക്രമണശീലങ്ങൾ, മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും കടിച്ച് ഒതുക്കി കൊത്തി വിഷം പ്രവഹിപ്പിച്ച് അവരെയൊക്കെ വധിക്കുന്ന ശീലങ്ങൾ, ഇതൊക്കെ കാദ്രവേയൻ തൻ്റെ ഹുങ്ക് കാണിക്കാൻ വേണ്ടി, അഹങ്കാരം കാണിക്കാൻ വേണ്ടിയിട്ട്, ശക്തി കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മാധ്യമങ്ങളാണ്, ഒരു വഴികളായിരുന്നു. അത് ചിരസമ്പ്രദമായിട്ട് വളരെ കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതായ ചീത്ത സ്വഭാവങ്ങൾ, അതാണ് രജോ മലേന. അത് മലമാണ്, അത് ആവശ്യമില്ല, അതൊക്കെ നമ്മളും കളയണം. ഭഗവാന്റെ പരീക്ഷണങ്ങളാണ്, ഭഗവാൻ ഓരോരോ അനുഭവങ്ങൾ തരും, അതൊക്കെ പരീക്ഷണങ്ങളാണ് എന്ന് പറയാറുണ്ട്. ഇതുതന്നെയാണ് നമ്മുടെ അഹങ്കാരം, അതോടുകൂടിയിട്ട് തച്ചുടച്ച് എവിടെയെങ്കിലും കൊണ്ട് കളയും ഭഗവാൻ. അതുപോലെയാണ് കാളിയൻ്റെ അഹങ്കാരവും കൊണ്ട് കളഞ്ഞത്. അങ്ങനെ ആ രജോമലം അയാളുടെ ശരീരത്തിൽ നിന്ന്, ആ കാളിയൻ്റെ ശരീരത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് പോയി. ശരീരം ക്ഷീണിച്ചു പോയി, രക്തം ഛർദ്ദിച്ച് കിടപ്പൊക്കെ ആയിയെങ്കിലും അയാളുടെ അഹങ്കാരം, ആ കാളിയൻ്റെ അഹങ്കാരം എന്നേക്കുമായിട്ട് ശമിച്ചു. അതാണ് സ്വേനരജോമലേന, ചിരകാലം കൊണ്ട് സംഭരിച്ചു വച്ചതായ തൻ്റെ രജോ ഗുണമാകുന്ന മാലിന്യത്തോടു കൂടിയിട്ട് കാളിയൻ, അത് മാലിന്യം അകന്നതോടു കൂടിയിട്ട് കാളിയൻ ശോഭിച്ചു. കാളിയ ചിരസംഭൃതേന സ്വേന രജോമലേന വ്യമുഞ്ചത, അത് ഭാവേ പ്രയോഗമാണ്. കാളിയൻ്റെ ശരീരത്തിൽ ചിരകാലമായിട്ട് സംഭരിച്ചു വച്ചിരുന്ന ചീത്ത സ്വഭാവങ്ങൾ മുഴുവനും ആ മർദ്ദനത്തോടു കൂടിയിട്ട് കളഞ്ഞു. അതോടെ വിശുദ്ധ രൂപിയായി. അപ്പോൾ ഒരു തുണി അല്ലെങ്കിൽ ഒരു വസ്ത്രം അലക്കി വെളുപ്പിച്ച് ശുദ്ധമായി കിട്ടുന്നത് എങ്ങനെയാണോ, അതുപോലെ കാളിന്തി നദിയിലിട്ട് മർദ്ദനം നടത്തിയിട്ട് കാളിയനെ വിശുദ്ധനാക്കി ഭഗവാൻ എന്നാണ് ഇവിടെ വളരെ ഭംഗിയായിട്ട് ഉപമാലങ്കാരത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ട് വർണ്ണിക്കണത്. നമുക്ക് 98ാമത്തെ ശ്ലോകം കൂടി നോക്കാം. അംഘ്രിപ്രഹാരാദവശീകൃതസ്യ തസ്യാച്യുതഃ കാളിയപന്നഗസ്യ ജ്ഞാനീവ സംസാരഭയേന സദ്യോ ബലീയസാ മുച്യത വേഷ്ടനേന. നമുക്ക് ആദ്യം പദച്ഛേദം നോക്കാം. അംഘ്രിപ്രഹാരാത് അവശീകൃതസ്യ തസ്യ അച്യുത കാളിയപന്നഗസ്യ ജ്ഞാനീ ഇവ സംസാരഭയേന സദ്യ ബലീയസാ അമുച്യത വേഷ്ടനേന. ഇവിടെ അച്യുത അമുച്യത എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു വിരോധം നമുക്കിങ്ങനെ തോന്നും. ഇവിടെ പറയാണ് അംഘ്രിപ്രഹാരാത് അവശീകൃതസ്യ തസ്യ കാളിയപന്നഗസ്യ. അംഘ്രിപ്രഹാരം കൊണ്ട്, ഭഗവാന്റെ പാദം കൊണ്ടുള്ള മർദ്ദനം കൊണ്ട്, പ്രഹാരം കൊണ്ട്, അവശീകൃതസ്യ, അവശീകൃതനായി, അവശനായി തീർന്നു കാളിയൻ. അതാണ് അവശീകൃതസ്യ, അവശനായി തീർന്ന, തസ്യ കാളിയപന്നഗസ്യ, ആ കാളിയൻ പാമ്പിൻ്റെ, ബലീയസാവേഷ്ടനേന, വളരെ ശക്തമായിട്ടുള്ള കെട്ടിവരിയലിൽ നിന്നും, ആ കെട്ടിവരിയലിൽ നിന്നും ഭഗവാൻ മുക്തനാവുകയാണ്. ബലീയസാവേഷ്ടനേന സദ്യ ജ്ഞാനീ ഇവ, സദ്യ സംസാരഭയേന ജ്ഞാനീ ഇവ അമുച്യത. പെട്ടെന്ന് തന്നെ ആ വേഷ്ടനത്തിൽ നിന്നും ഭഗവാൻ മുക്തനായി. അതാണ് ബലീയസാവേഷ്ടനേന, കഠിനമായിട്ട് വളരെ ശക്തമായിട്ട് വരിഞ്ഞു മുറുക്കി വച്ചേക്കായിരുന്നു ശ്രീകൃഷ്ണനെ. ദേഷ്യം മുഴുവനും ഇങ്ങനെ പലതരത്തിൽ പ്രകടിപ്പിച്ചിരുന്നു. അമർത്തി കെട്ടി വരിക, അതുപോലെ തന്നെ വിഷം തുപ്പുക, തീയ് വമിക്കുക ശരീരത്തിൽ നിന്ന്, നാവിൽ നിന്ന്, കണ്ണിൽ നിന്നൊക്കെ. അങ്ങനെയൊക്കെ ശത്രുവിനെ എങ്ങനെയായാലും വധിച്ചേ അടങ്ങൂ, അങ്ങനെയായിരുന്നു കാളിയൻ. ശ്രീകൃഷ്ണനെയും അതന്നെയാണ് ചെയ്തത്. പക്ഷേ ഭഗവാന്റെ ആ പ്രഭാവത്തിൻ്റെ മുമ്പിൽ കാളിയൻ ഒന്നുമല്ലാതെയായി. അങ്ങനെ പ്രഹാരം കിട്ടിയതോട് കൂടിയിട്ട് എല്ലാ അഹങ്കാരങ്ങളും നീങ്ങിയപ്പോൾ ഭഗവാന്റെ ശരീരത്തിലുള്ള വേഷ്ടനം എന്ന് വെച്ചാൽ ചുറ്റി വരിക, അത് മുഴുവനും അഴഞ്ഞു. അത് മാറിയപ്പോൾ ബലീയസാവേഷ്ടനേന, ബലമുള്ളതായ ആ വേഷ്ടനം, ഭോഗവലയനേന, ജ്ഞാനീ സംസാരഭയേന ഇവ, ജ്ഞാനിയായിട്ടുള്ള ഒരാൾ സംസാരഭയം കൊണ്ട് എന്നതുപോലെ അമുച്യത. അതായത് ഈ കെട്ടുപാടുകൾ എന്ന് പറയുന്നത് സംസാരത്തിലേക്കുള്ള തിരിച്ചുവരവാണല്ലോ. ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം കെട്ടുപാടുകൾ, ഓരോ വിഷയങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ടാക്കുന്നത് പിന്നെയും ലൗകിക ജീവിതത്തിലേക്കുള്ള വരവായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ജ്ഞാനം സമ്പാദിച്ചിട്ടുള്ള ഒരാൾ തീർച്ചയായിട്ടും ഓരോ ബന്ധനങ്ങളായിട്ട് മോചിപ്പിക്കുക ചെയ്യുക, ഓരോ ബന്ധനങ്ങളിൽ നിന്നും അഴിഞ്ഞു പോരാനാണ് നോക്കുക. അപ്പോൾ പാമ്പിൻ്റെ, അതായത് കാളിയൻ്റെ വേഷ്ടനം ഒന്ന് അഴിഞ്ഞപ്പോഴേക്കും ഭഗവാൻ എന്ത് ചെയ്തു? അഴഞ്ഞ ആ കെട്ടിവരിയലിൽ നിന്നും പെട്ടെന്ന്
മോചിതനായിട്ട് സ്വയം മുക്തനായിട്ട് വന്നു എന്നാണ് പറയണത്. കാളിയനും വയ്യാതെയായി, ഭഗവാൻ വേഗം തന്നെ ബന്ധനത്തിൽ നിന്ന് മുക്തനായി എന്നർത്ഥം. ജ്ഞാനിയായിട്ടുള്ള ഒരാൾ എപ്രകാരമാണോ ബന്ധനങ്ങളിൽ നിന്നും മുക്തനാവുന്നത്, അതേപോലെ കാളിയൻ്റെ ഭോഗവലയത്തിൽ നിന്ന്, തൻ്റെ ശരീരം കൊണ്ട് കെട്ടി വരിഞ്ഞു വച്ചിരിക്കുകയായിരുന്നു, ആ വലയത്തിൽ നിന്ന്, ആ ബന്ധനത്തിൽ നിന്ന് ഭഗവാൻ പെട്ടെന്ന് മുക്തനായി. അപ്പോൾ ഒരു ഉപമാലങ്കാരം പറയാണ്, അല്ലെങ്കിൽ ഒരു ഉത്പ്രേക്ഷാലങ്കാരത്തിൻ്റെ സഹായത്തിൽ പറയാണ്, ജ്ഞാനിയായിട്ടുള്ള ഒരാൾ തിരിച്ച് ലൗകിക ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബന്ധനത്തിൽ നിന്നും മുക്തനാവുന്നത് പോലെ, എത്രയും വേഗം മുക്തനാവാൻ ശ്രമിക്കുന്നത് പോലെയായിരുന്നു ഭഗവാൻ ഈ കാളിയൻ്റെ ചുറ്റിവരിയലിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. ഇവിടെ പറയുന്നുണ്ട് അച്യുത എന്ന്. കാളിയ പന്നഗസ്യ ബലീയസാവേഷ്ടനേന അച്യുത അമുച്യത. ആ കാളിയൻ പാമ്പിൻ്റെ കഠിനമായിട്ടുള്ള കെട്ടിവരിയലിൽ നിന്നും അച്യുതൻ മുക്തനായി. അച്യുത അമുച്യത. അപ്പോൾ അവിടെ അച്യുതൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൊണ്ടും ച്യുതി വരുത്താൻ പറ്റാത്തവനാണ്. കെട്ടിവരിഞ്ഞാലെന്നല്ല, എന്തു ചെയ്താലും ആ ആളെ തോൽപ്പിക്കാൻ പറ്റില്ല, ആ ആളെ ക്ഷതി അല്ലെങ്കിൽ ഒരു കാരണം കൊണ്ടും നമുക്ക് കീഴിലാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരാൾ പിന്നെ ഈ ഒരു ബന്ധനത്തിൽ നിന്നും മുക്തനാവാൻ ഇത്ര ഉത്സാഹിക്കേണ്ടിയിരുന്നോ എന്ന് പറയുമ്പോൾ ഭഗവാന് അതൊന്നൊരു വിഷയമല്ല എങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ അല്ലെങ്കിൽ കാളിയന് വേണ്ടിയിട്ട് മറ്റ് ഗോപന്മാരും യശോദയും നന്ദഗോപരൊക്കെ കാണുകെ കെട്ടിവരിഞ്ഞു, കൊത്താൻ നോക്കി, അതിൽ നിന്നൊക്കെ മുക്തനായി ഭഗവാൻ വന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു തമാശ പോലെയൊക്കെ ലീലയോട് കൂടിയിട്ടാണ്, ലീലയാണ് എല്ലാം എന്ന് ആദ്യമേ പറഞ്ഞിരുന്നു, അതേപോലെ തന്നെ ഒരു ലീലയായിട്ട് ആണ് ചെയ്തതെങ്കിലും ഇതൊക്കെ കെട്ടിവരിയലിൽ നിന്നും മുക്തനായതും അതുപോലെ തന്നെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സ്വതവേ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തനായിട്ടുള്ള ഒരാളാണ്, ച്യുതിയില്ലാത്ത ആളാണ്, പിടിച്ചു കെട്ടാൻ പറ്റാത്ത ആളാണ് എങ്കിലും ചിലപ്പോൾ സാഹചര്യങ്ങളെ കൊണ്ട് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചില ബന്ധനങ്ങൾക്ക് ഭഗവാൻ വിധേയനാവാറുണ്ട്. യശോദ അമ്മയുടെ കയറിൽ കെട്ടാൻ വേണ്ടിയിട്ട് നിന്നു കൊടുത്തു എന്ന് ഒരു കഥയുണ്ടല്ലോ ഉലൂഖല ബന്ധനത്തിൽ. അതുപോലെ തന്നെ കാളിയന് വേണ്ടിയിട്ടും ഭഗവാൻ ഒന്ന് നിന്നു കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അച്യുതനായിട്ടുള്ള ഭഗവാൻ ബന്ധനത്തിൽ നിന്ന് മുക്തനായി എന്നർത്ഥം. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. മലീമസംവാസൈവാപ്സുപദ്ഭ്യാം വിമർദയാമാസ ജനാർദ്ദനസ്തം സഗാദ്രവേയശ്ചിരസംഭൃതേന വ്യമുഞ്ചതസ്വേന രജോമലേന അംഘ്രിപ്രഹാരാദവശീകൃതസ്യ തസ്യാച്യുതഃ കാളിയപന്നഗസ്യ ജ്ഞാനീവ സംസാരഭയേന സദ്യോ ബലീയസാമുച്യതവേഷ്ടനേന. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.